ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ അനീഷും അനുമോളും തമ്മിൽ ഒന്ന് കൊമ്പ് കോർത്തിരിക്കുകയാണ്. രാവിലെ രണ്ടാളും തമ്മിൽ നല്ലൊരു ഫൈറ്റ് നടന്നിരുന്നു. അതായത് ഈ വീക്കിൽ കിച്ചൺ ടീമിൽ ഉള്ളത് ഒനീൽ, അക്ബർ, അനീഷ്, അനുമോൾ, ഈ 4 പേരുമാണ്. അതിൽ കുക്കിംഗ് അറിയുന്നത് അനുമോൾക്കും ഒനീലിനും മാത്രമാണ്. അക്ബറിനും അനീഷിനും വളരെ കുറച്ച് മാത്രമേ അറിയിക്കുള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അനീഷ് ഇന്ന് രാവിലെ അനുമോളെ പോയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അനുമോൾ ഇന്നലത്തെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ ഓരോ കാര്യങ്ങളും പറയുന്നു. അപ്പോൾ അനീഷിന് ദേഷ്യം വന്നിട്ട് അനീഷ് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നതിന് ശേഷം ഒനീലിനോട് ഉപ്പുമാവ് ഉണ്ടാക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒനീൽ പറയുന്നുണ്ട് ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെക്കണം എന്ന് പറയുന്നു. അങ്ങനെ അനീഷ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞതോടുകൂടി അനുമോൾ കിച്ചണിലേക്ക് വരികയാണ്. അനുമോൾ വന്നിട്ട് അനീഷിനോട് പറയുകയാണ് എന്തിനാണ് ഈ വെള്ളം വച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അനീഷ് പറയുന്നത് ഉപ്പുമാവിനാണ് എന്നത്. അപ്പോൾ അനുമോൾ പറയുകയാണ് ഇങ്ങനെയല്ല ഉപ്പുമാവ് ഉണ്ടാക്കേണ്ടത്, ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയല്ല വെള്ളം വയ്ക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾക്ക് എല്ലാം അറിയുന്ന മട്ടിൽ അറിയാം എന്നുള്ള ആ ഒരു ഭാവത്തോടുകൂടി അനീഷിനോട് പറയുകയാണ്. അപ്പോൾ അനീഷിന് ഇത് കേൾക്കുന്നതോടുകൂടി ഒന്നുകൂടെ ദേഷ്യം വരികയാണ്. അങ്ങനെ അനീഷ് അനുമോളോട് പറയുകയാണ് അനുമോളെ കിച്ചൺ കൂട്ടിപ്പിടിക്കാമെന്ന് കരുതണ്ട, അത് നടക്കില്ല. ഞങ്ങൾക്ക് കുറച്ചേ അറിയുള്ളൂ, ശരി തന്നെയാണ്. പക്ഷേ അറിയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതെങ്കിലും സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ അയക്കോ. ഈ ബോസി സ്വഭാവം ഒരിക്കലും നല്ലതല്ല. ബോസ് ആണെന്നാണ് അനുമോളുടെ വിചാരം. ബോസ് ആണെന്നുള്ള ആ ഒരു സ്വഭാവം അങ്ങ് മാറ്റൂ, അത് നിർത്തൂ എന്നുള്ളതൊക്കെ. വീണ്ടും അനീഷ് പറയുകയാണ് ഞാൻ രാവിലെ അനുമോളെ തന്നെയല്ലേ വന്ന് വിളിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ആ സമയത്ത് അനുമോൾ വന്നില്ലല്ലോ. അപ്പോൾ ഇന്നലത്തെ കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് കുളിച്ച് വന്നത് എന്നൊക്കെ. ഇതൊക്കെ കേട്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് ഒനിയിലും അക്ബറും ഇരിക്കുന്നുണ്ട്. ഇവർക്ക് ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി അറിയില്ല. അങ്ങനെ അനുമോൾ പറയുകയാണ് അതായത് ഇന്നലെ ഞാൻ ആദിലയോട് നൂറിയോട് സംസാരിക്കാനായിട്ട് പോയി. അതിനുശേഷം ഈ വെജിറ്റബിൾസ് ഇങ്ങോട്ട് വന്നപ്പോൾ ചോറ് വെക്കാനുള്ള അരി വളരെയധികം കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതായത് ഗ്യാസ് സ്റ്റവ് കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അനീഷേട്ടനോട് പറഞ്ഞിരുന്നു ഇതിങ്ങനെ കൂട്ടി വെക്കണം, എങ്കിൽ മാത്രമല്ലേ വേഗം തിളയ്ക്കുകയുള്ളൂ എന്നത്. ആ സമയത്ത് അനീഷേട്ടൻ എനിക്കെല്ലാം അറിയാം, നീ ആ കാര്യത്തിലൊന്നും ഇടപെടണ്ട, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ നിന്നും പോവാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയത്ത് അനീഷ് പറഞ്ഞിട്ട് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ഒന്ന് സ്വാതന്ത്ര്യത്തോടെ ചെയ്തോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒനിയിലും അക്ബറും അനുമോളെ പോവാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുകയാണ്. അനുമോളെ നീ പോയി കുക്ക് ചെയ്യ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനോട് വായടച്ച് മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട്. അതായത് അക്ബറും ഒനിയിലും ഇവർക്ക് കുക്ക് ചെയ്യാതെ അനുമോളാണ് കുക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാം എന്നുള്ള ആ ഒരു ധാരണയിലാണ് അനുമോളോട് ചെയ്തോളാനായിട്ട് പറഞ്ഞത് അനീഷിനോട് വായടച്ച് നിൽക്കാനായിട്ടൊക്കെ പറയുന്നത്. എന്തായാലും അങ്ങനെ ഇന്ന് രാവിലെ തന്നെ അനീഷും അനുമോളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും.